So, greetings to you all. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേരുന്നു. I am very happy to be in the midst of all this morning. നിങ്ങളുടെ നടുവിൽ ഈ രാവിലെ സമയത്തായിരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. So to say, a lot of reasons are there. അനേക കാര്യങ്ങളുണ്ട് അതിന്. Many people who are very spiritually connected to me. ഇവിടെയുള്ള അനേകര് ആത്മീയമായിട്ട് ഞാനുമായിട്ട് ബന്ധമുള്ളവരാണ്. Many people related to me through blood. രക്തബന്ധമുള്ളവരുണ്ട്. Different ways. പല തരത്തിൽ. Especially worshiping with Joni Chan and Mama is a very nostalgic thing. പ്രത്യേകിച്ചും ജോണി ചായനും മാമയോട് കൂടി ആരാധിക്കുന്നത് എനിക്കൊരു പ്രത്യേക അനുഭവമാണ്. I will not mention anybody else, otherwise my whole time will be consumed. ഞാൻ മറ്റാരെയും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ സമയം മുഴുവൻ അതിനുവേണ്ടി എടുക്കേണ്ടി വരും. And since so many people got baptized this day, I am especially happy about that. ഇന്ന് പലരും സ്നാനപ്പെടുവാന് ഇടയായതിനെ കുറിച്ച് ഞാൻ അധികം സന്തോഷിക്കുന്നു. Usually when somebody comes to the Lord, there is not much of a problem. സാധാരണ ആളുകള് കർത്താവിന്റെ അടുത്തേക്ക് വരുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല. There may be objections, but not much of it. ചില എതിർപ്പുകളൊക്കെ ഉണ്ടാകുമെങ്കിലും അധികം എതിർപ്പുകളൊന്നും ഉണ്ടാകാറില്ല. But when baptism comes, it is very difficult. എന്നാൽ സ്നാനം വരുമ്പോൾ അത് പ്രയാസകരമായ കാര്യമാണ്. There will be earthquakes and tremors and all those things, tsunamis and all. അവിടെ ഭൂമികുലുക്കവും സുനാമിയും അതുപോലുള്ള പ്രകമ്പനങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. Which means that baptism is something special. കാരണം സ്നാനം ഒരു വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ്. I usually wonder why God instituted this particular sacrament. ഞാൻ പലപ്പോഴും ഇതേക്കുറിച്ച് ചിന്തിക്കാറുണ്ട്, അത്ഭുതപ്പെടാറുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം ഈ പ്രത്യേക കൂദാശ സ്ഥാപിച്ചതെന്ന്? Could it have been through some other means instead of water? ജലത്താൽ അല്ലാതെ വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെ ദൈവത്തിന് അത് ചെയ്യാമായിരുന്നു. Something like sugar or whatever it is. ഒരു പഞ്ചസാര അതുപോലെ എന്തെങ്കിലും ഒരു കാര്യത്തോടുകൂടി, or in oxygen or something like that, അല്ലെ വായു വഴി, or some other liquids like oil or something like that. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എണ്ണ ഉപയോഗിച്ച്. Why water? എന്തുകൊണ്ടാണ് ജലം? That is the most ideal liquid which will give you the most intimate experience, right? കാരണം ഏറ്റവും യോജിച്ച ഒരു എണ്ണയാണ്, ഒരു ദ്രാവകമാണ് വെള്ളം. I am taking a decision, my mind is involved. ഞാൻ ഒരു തീരുമാനമെടുക്കുവാണ്, അതിന് എൻ്റെ മനസ്സ് ഉൾപ്പെട്ടിരിക്കുന്നു. To get baptized, that decision. സ്നാനപ്പെടുവാനുള്ള ആ ഒരു തീരുമാനം. Why am I taking that decision? Because under the compulsion of the Holy Spirit, my spirit is compelling me. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്ന? പരിശുദ്ധാത്മാവിന്റെ നിർബന്ധപ്രകാരം എൻ്റെ ആത്മാവിന് എന്നെ അതിന് ഹേമിക്കുന്നു. And I am subjecting my whole body to be immersed. ഞാൻ എൻ്റെ ശരീരം മുഴുവൻ മുങ്ങുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. That means that baptism is the most intimate, holistic experience one gets. അതിന്റെ അർത്ഥം സ്നാനമാണ് ഒരു വ്യക്തിക്ക് ഉണ്ടാകാവുന്ന ഏറ്റവും ആത്മബന്ധത്തിൽ ഉണ്ടാകാവുന്ന ഒരു അനുഭവം. Best manifestation of the internal decision to receive Jesus. ആന്തരികമായിട്ടുണ്ടാകുന്ന ഏറ്റവും വലിയ അനുഭവത്തിന്റെ, യേശുവിനെ സ്വീകരിക്കുന്ന അനുഭവത്തിന്റെ പുറമേയുള്ള വെളിപ്പെടുത്തൽ. And for the person also the most intimate experience. ആ വ്യക്തിക്ക് തന്നെ ഏറ്റവും ആത്മബന്ധമായിട്ടുള്ള അനുഭവം. Water is a liquid which is very special. വെള്ളം ഒരു ദ്രാവകം വളരെ പ്രത്യേകമുള്ളതാണ്. Its surface tension is ideal. അതിന്റെ ഉപരിതല സമ്മർദ്ദം ഏറ്റവും യോഗ്യമായിട്ടുള്ള. It will make us wet but will not stick to us, right? അത് നമ്മളെ നനയ്ക്കും, പക്ഷേ അത് നമ്മളോട് പറ്റിച്ചേരത്തില്ല. So this is the ideal, most maybe the best thing created by God for baptism. ഇത് സ്നാനത്തിനായിട്ട് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ്. And the person who got baptized will have no doubt about this experience. It is, one will remember forever, right?
സ്നാനപ്പെട്ട വ്യക്തികൾക്ക് ഇതേക്കുറിച്ച് യാതൊരു സംശയവും ഉണ്ടാകാൻ വഴിയില്ല. അവരുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ അനുഭവമാണ് എന്നും അവർ ഓർത്തിരിക്കുന്നതായ ഒരു അനുഭവമായി. So unique for the person and also the fellow believers. ആ വ്യക്തിക്ക് ഏറ്റവും തനതായിട്ടുള്ള ഒരു അനുഭവം കൂട്ടുവിശ്വാസികൾക്കും അതുപോലെ തന്നെയാണ്. So I praise the Lord for remembering the baptism that took place today. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് നടന്ന സ്നാനങ്ങളെ കുറിച്ച് ഓർത്ത്. I would have preferred to get a ministry rather than give a ministry. ഞാൻ ഇന്ന് ഇവിടെ ശുശ്രൂഷിക്കുന്നതിന് പകരമായിട്ട് ഒരു ശുശ്രൂഷിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷയായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. There are many people sitting here who can minister better than me. ഇവിടെ ഇരിക്കുന്ന പലർക്കും എന്നെക്കാളും നന്നായിട്ട് ശുശ്രൂഷിക്കുവാൻ കഴിയുന്നവരാണ്. But always the visitors get a preference. So എന്നാൽ എപ്പോഴും സന്ദർശകർക്ക് ഒരു മുൻഗണന ലഭിക്കുന്നതിനാൽ. So I will read a few verses. ഞാൻ കുറച്ച് വചനങ്ങൾ വായിക്കുന്നതായിരിക്കും. But there is a good news. You don't have to take it. ഒരു സന്തോഷ വാർത്തയുള്ളത്, നിങ്ങൾ അത് എടുക്കേണ്ട ആവശ്യമില്ല. Just listen. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരുന്നാൽ. I may ask some questions also, so be very careful. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ ചിലപ്പോൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. Okay, first we will read a portion from Matthew chapter 26. ഒന്നാമതായിട്ട് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുന്നതായിരിക്കും. The second part of the verse 39. 26-ന്റെ 39-ാമത്തെ വാക്യം, അതിന്റെ രണ്ടാം ഭാഗം വായിക്കുന്നതായിരിക്കും. Second part, Pidavi. Please read. Oh my Father, if it is possible, let this cup pass from me, yet not as I will, but as you will. Okay, that's a beautiful prayer, right? ഇത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയല്ലേ? I'll read another portion also. വേറൊരു വേദഭാഗവും ഞാൻ വായിക്കുന്നത്. You don't have to take again. നിങ്ങൾ അത് വീണ്ടും എടുക്കേണ്ട ആവശ്യമില്ല. You have to just remember. നിങ്ങൾ അത് ഓർത്തിരുന്നാൽ മതി. Exodus chapter 16:3. പുറപ്പാടിന്റെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. I'll read. ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കൽ ഇരിക്കുകയും തൃപ്തിയാകും വണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത മിസ്രയീം ദേശത്ത് വെച്ച് യഹോവയുടെ കയ്യാൽ മരിച്ചിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. നിങ്ങൾ ഈ സംഘത്തെ മുഴുവനും പട്ടിണിക്കിട്ട് കൊല്ലുവാൻ ഈ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു. ഓക്കെ, വെരി ഫെമിലിയർ. വളരെ പരിചിതമായ വാക്യമാണ്. Another verse also, number 11:11. വേറൊരു വാക്യം സംഖ്യാപുസ്തകം 11-ാം അധ്യായം അതിന്റെ 11-ാം വാക്യമാണ്. Numbers 11:11. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 11-ാം വാക്യം. Again I will read. നീ അടിയനെ വലച്ചതെന്ത്? നിനക്ക് എന്നോട് കൃപ തോന്നാതെ ഈ സർവ്വജനത്തിന്റെയും ഭാരം എന്റെ മേൽ വെച്ചതെന്ത്? മുല കുടിക്കുന്ന കുഞ്ഞിനെ ഒരു ധാത്രി എടുക്കുന്നത് പോലെ ഞാൻ നീ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് എന്റെ മാറത്തെടുത്തുകൊണ്ട് പോകണമെന്ന് എന്നോട് കൽപ്പിപ്പാൻ ഈ ജനത്തെയൊക്കെയും ഞാൻ ഗർഭം ധരിച്ചുവോ? ഞാൻ അവരെ പ്രസവിച്ചുവോ? ഈ ജനത്തിനൊക്കെയും കൊടുപ്പാൻ എനിക്ക് എവിടെ നിന്ന് ഇറച്ചി കിട്ടും? Very familiar, right? Without my mentioning the name of the people who prayed like this or said like this, who said all this. ഇത് ആര് പറഞ്ഞു എന്നതിനെ കുറിച്ച് ഞാൻ സൂചിപ്പിക്കുന്നതിന് മുൻപായിട്ട് തന്നെ നിങ്ങൾക്കറിയാം ഇതാരാണ് പറഞ്ഞതെന്ന്. The first one is an ideal prayer. ഒന്നാമത്തേത് ഒരു ഉത്തമമായിട്ടുള്ള പ്രാർത്ഥന. Oh my Father, if it is possible, let this cup pass from me. Nevertheless, not as I will, but as thou wilt. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം ആയിരിക്കട്ടെ. Even if the outcome is against my will, I am fine. അതിന് എന്റെ പരിണിത ഫലം എന്റെ ഇഷ്ടപ്രകാരം അല്ലെങ്കിലും എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. There cannot be a better prayer than this. ഇതിലും ശ്രേഷ്ഠമായിട്ട് മറ്റൊരു പ്രാർത്ഥനയില്ല. Prayer is totally a misunderstood tool today. ഇന്ന് പ്രാർത്ഥന എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഉപകരണമാണ്. People think that God will give whatever you ask for. ആളുകൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, നാം ചോദിക്കുന്ന എന്തായിരുന്നാലും അതെല്ലാം ദൈവം തരും. But the Bible doesn't say so. എന്നാൽ
വേദപുസ്തകം അത് പറയുന്നില്ല. If we go to one particular portion, it is very clear there. That is 1 John 5:14. 1 യോഹന്നാൻ 5:5 Now you can take, yeah. 1 യോഹന്നാൻ 5:14 പോവുകയാണെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. ഈ വേദഭാഗം നിങ്ങൾക്ക് എടുക്കാം. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകും. Okay, whatsoever we ask in his name, according to his will be granted. നാം അവനോട് അവന്റെ ഹിതപ്രകാരം എന്ത് ചോദിച്ചാലും അത് നൽകും എന്ന്. If I ask for an American visa, ഞാൻ ഒരു അമേരിക്കയ്ക്ക് പോകാനുള്ള ഒരു വിസയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, or a Benz car, ഒരു ബെൻസ് കാറിന് വേണ്ടി or a ചോദിക്കുകയാണ്, big palatial building, വളരെ വലിയ ഒരു കെട്ടിടത്തിന് വേണ്ടി ചോദിക്കുകയാണ്, yes, God will definitely give. തീർച്ചയായിട്ടും ദൈവം തരും. This is how the preachings go on. ഇത് ഇങ്ങനെയാണ് പ്രസംഗങ്ങൾ പോകുന്നത്. But there is a rider to that here, right? എന്നാൽ അതിനോട് കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്ന ഒരു ഭാഗമുണ്ട് ഇവിടെ. If it is according to his will, അവന്റെ ഹിതപ്രകാരം നാം ചോദിക്കുകയാണ്. what does he will for me? അവൻ എന്താണ് എനിക്ക് വേണ്ടി ഇച്ഛിക്കുന്നത്? Whatever is good for me, എനിക്ക് നന്മ എന്തൊക്കെയാണോ നന്മ അതാണ് അവൻ he ഇച്ഛിക്കുന്നത്. will not give me anything which is not good for me. അവന് എനിക്ക് നന്മയല്ലാത്തത് ഒന്നും തരത്തില്ല. In Matthew 7, there is a reference about a father who wouldn't give to a child who asked for snake, who wouldn't give snake, who asked for fish, he would give only fish, not snake. So the fathers know that. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തില് ഇങ്ങനെ ഒരു വേദഭാഗം അവിടെ നാം വായിക്കുന്നു. ഏതെങ്കിലും ഒരു പുത്രന് തന്റെ പിതാവിനോട് മീനിനെ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുന്ന പിതാവുണ്ടോ? Vice versa also, if somebody asks for snake, the father will not give snake, he will give only fish. നേരെ വിപരീതമായിട്ട് ആരെങ്കിലും പാമ്പിനെ ചോദിച്ചാല് പിതാവ് പാമ്പിനെ കൊടുക്കുമോ? That is not written there, but the converse should be right? അത് അവിടെ എഴുതിയിട്ടില്ല, എന്നാൽ അത് അങ്ങനെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. If a child asks for something dangerous, would we give? ഒരു കുഞ്ഞ് അപകടകരമായ എന്തെങ്കിലും ചോദിച്ചാല് അത് കൊടുക്കുമോ? We all see young children, they may try to capture the flame of a lamp, right? നമ്മള് കൊച്ചു കുഞ്ഞുങ്ങളെ നാം എല്ലാവരും കാണുന്നതാണ്. അവര് ഈ തീയുടെ നാളത്തെ പിടിക്കുവാൻ വേണ്ടി നോക്കും. For them, glittering, colorful flame of a lamp is something to be grasped, right? വിളക്കിന്റെ പ്രകാശം അവർക്ക് വളരെ ആകർഷണീയമാണ്. അത് പിടിക്കാൻ അവർ നോക്കും, അവരെ അത് ആകർഷിക്കും. But we will never give. എന്നാൽ നമ്മൾ ഒരിക്കലും അത് കൊടുക്കത്തില്ല. Our omniscient, loving Father will never give something bad to us. സർവശക്തനായ എല്ലാം അറിയുന്ന ദൈവം, സ്നേഹനിധിയായ പിതാവ് ഒരിക്കലും അങ്ങനെയുള്ള ഒരു കാര്യം നമുക്ക് We'll come back to the portion. നമ്മൾ തിരികെ ഈ വേദഭാഗത്തേക്ക് വരും. Jesus is praying to his Father, give me only whatever is according to your will. യേശു തന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് നിന്റെ ഹിതപ്രകാരമുള്ളത് മാത്രം തന്നാൽ മതി. Coming back to Exodus 16. മടങ്ങി പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, What is that? Is it a prayer? അതൊരു പ്രാർത്ഥനയാണോ? Appears, right? തീർച്ചയായിട്ടും അങ്ങനെയാണ് തോന്നുന്നത്. Most of them you don't agree. മിക്കവരും അതിനോട് യോജിക്കുന്നില്ല. I also don't agree. ഞാനും അതിനോട് യോജിക്കുന്നില്ല. But very similar, right? എന്നാൽ പ്രാർത്ഥനയോ പോലെ തോന്നുന്നു. You compare it with the portion which we read from Numbers 11:11. സംഖ്യാപുസ്തകം 11 മുതൽ വായിച്ച ആ വേദഭാഗവുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുക. Are they different? അതിനായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? What is the difference? എന്താണ് വ്യത്യാസം അവിടെ? Numbers 11:11 is Moses' prayer. സംഖ്യാപുസ്തകം 11 മോശയുടെ പ്രാർത്ഥനയാണ്. What is the prayer there? അവിടുത്തെ പ്രാർത്ഥന എന്താണ്? He is complaining to God. അവിടെ മോശ ദൈവത്തോട് പരാതി പറയുകയാണ്. What is the complaint? എന്താണ് മോശയുടെ പരാതി? Very interesting. അത് വളരെ രസകരമായിട്ടുള്ള ഒന്നാണ്. Usually none of us will pray like this, right? സാധാരണ നമ്മൾ ആരും ഇങ്ങനെ പ്രാർത്ഥിക്കാറില്ല, അല്ലേ? Wherefore thou hast afflicted thy servant.
നീ നിന്റെ ദാസനെ എന്തിനെ ഇങ്ങനെ പീഡിപ്പിക്കുന്നു? Oh, Pidana is a common word today, right? Newspaper is full of that. ഈ ഒരു വാക്ക് ഇന്ന് വളരെ സാധാരണമായിരിക്കുകയാണ്. പത്രം എടുത്ത് വായിച്ചാൽ അത് നിറയെ അതാണുള്ളത്. Moses is not using exactly that word, but he is saying that, why are you afflicting me? മോശ നാം പത്രത്തിൽ വായിക്കുന്ന പോലുള്ള ഒരു വാക്കല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. എന്നാല് മോശ ദൈവത്തോട് ഏകദേശം അതേ ഒരു വാക്കാണ് Very പറയുന്നത്. strong. വളരെ ശക്തമായിട്ടുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. Is it all? അത് മാത്രമാണോ? Wherefore have I not found favor in thy sight? ഞാൻ എന്തുകൊണ്ട് എനിക്ക് നിനക്ക് എന്നോട് കൃപ തോന്നാതെ ഇരിക്കുന്നു? As though he is telling God that, I know that you are the wholesale merchant of favor and grace, but to me alone there is no favor. What is this? മോശ ഇങ്ങനെ ദൈവത്തോട് പറയുകയാണ്, എനിക്കറിയാം നീയാണ് പ്രസാദത്തിന്റെ കൃപയുടെ മൊത്ത വ്യാപാരി, എന്നിട്ടും നിനക്ക് എന്നോട് അത് തോന്നാത്തത് എന്താണ്? Why is it? Why are you so particular that I should not have any peace of life? എന്തുകൊണ്ടാണ് നിനക്ക് ഇത്രമാത്രം എന്നോട് പ്രത്യേകത, എനിക്ക് മാത്രം ജീവിതത്തിൽ സമാധാനം ഉണ്ടാകരുതെന്ന്? I am sure that we would have prayed like this, right? എനിക്ക് ഉറപ്പുണ്ട് തീർച്ചയായിട്ടും നമ്മളും ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നല്ലേ? I have done. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. For example, whenever a red eye problem comes to the area, ഉദാഹരണത്തിന് ചുമന്ന കണ്ണ് ദേശത്ത് വരുമ്പോൾ, suppose 10% of people are affected. 10% ആൾക്കാർ ഈ കണ്ണിന്റെ അസുഖത്താൽ ബാധിക്കപ്പെടുമ്പോൾ, If I also include in that 10%, I will definitely ask God, why to me alone? See, there is a Krishnankuti or a Muhammad, in the vicinity. They are not having. I have. Yeah. How many ministries do I have? What are you doing, God? Why to me? എനിക്ക് ആ 10% ഒരാളായിട്ട് ആ സുഖം എന്നെ ബാധിക്കുകയാണെങ്കിൽ ഞാൻ ദൈവത്തോട് ഇങ്ങനെ ചോദിക്കും, ദൈവം ഇവിടെ ഒരു കൃഷ്ണൻകുട്ടി, ഒരു മുഹമ്മദ് ഒക്കെ ഉണ്ട്, അവർക്ക് ഈ രോഗം ബാധിക്കാത്ത എന്തുകൊണ്ടാണ്? എനിക്കാണെങ്കിൽ അനേക ശുശ്രൂഷകളും ഉണ്ട്, എന്തുകൊണ്ടാണ് എനിക്ക് ഈ അസുഖം വന്നതെന്ന്? Moses is doing the same. മോശ അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. You are showing favor to many people, but as far as I am concerned, gone. മോശ ദൈവത്തോട് പറയുന്നത്, നീ അനേകരോട് കൃപ കാണിക്കണം, എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊരുവിധ കൃപയും നിന്റെ അടുത്ത് വരുന്നില്ല. Then he is asking a funny question to God. അതിനുശേഷം മോശ ഒരു രസകരമായ ചോദ്യം ദൈവത്തോട് ചോദിക്കുകയാണ്. Have I conceived all these people? മോശ ദൈവത്തോട് ചോദിക്കുകയാണ്, ഞാനാണോ ഈ ജനത്തെ മുഴുവൻ ഗർഭം ധരിച്ചതെന്ന്? See, one man is asking God. ഒരു പുരുഷനാണ് ഇത് ചോദിക്കുന്നത് ദൈവത്തോട്. Funny is it? ഇത് വിചിത്രമല്ലേ? He is so upset. മോശ അത്രമാത്രം വിഷമത്തിലാണ്. 30 lakhs of them, 30 ലക്ഷത്തിലധികം experts in murmuring, പിറുപിറുക്കുന്നതില് വിദഗ്ധരായിട്ടുള്ളവർ. If one goes to the north, other will go to the west. ഒരാള് വടക്കോട്ട് പോവുകയാണെങ്കിൽ മറ്റേ ആള് പടിഞ്ഞാറ് പോകും. It is more difficult than even shepherding a flock sheep. അത് ആടുകളെ നയിക്കുന്നതിനേക്കാളും പരിപാലിക്കുന്നതിനേക്കാളും പ്രയാസകരമായിട്ടുള്ള ഒരു ജോലിയാണ്. Why did you entrust this to me? എന്തുകൊണ്ടാണ് നീ ഇത് എന്നെ ഭരമേൽപ്പിച്ചത്? Do you think that I conceived them all? നീ വിചാരിക്കുന്നുണ്ടോ ഞാനാണ് അവരെ എല്ലാം ഗർഭം ധരിച്ചതെന്ന്? So the prayer goes like that. പ്രാർത്ഥന ഇങ്ങനെ താഴോട്ട് പോവുകയാണ്. We don't have to time to go through all this full prayer. ഈ പ്രാർത്ഥന മുഴുവൻ കടന്നു പോകാൻ നമുക്ക് പഠിക്കാൻ സമയമില്ല ഇപ്പോൾ. What do you think? Is it a prayer or a murmuring? ഇത് ഒരു പ്രാർത്ഥനയാണോ പിറുപിറുപ്പാണോ? What is murmuring? എന്താണ് പിറുപിറുപ്പ്? We read that from Exodus chapter 16. അത് നമ്മള് പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചു. 3rd verse. 3-ാം വാക്യം. That is clearly a murmuring. അത് വളരെ വ്യക്തമായിട്ട് പിറുപിറുപ്പാണ്. What are they asking? അവരെന്താ ചോദിക്കുന്നത്? Who are the people asking? ഏത് ജനമാണ് ഇത് ചോദിക്കുന്നത്? I didn't want you to know the context. That's why I said that you don't take, but our son is doing it very effectively. Okay. Tell me. Okay. Who are making this murmuring business? ആരാണ് ഈ പിറുപിറുപ്പ് ചെയ്യുന്നത്? Israel മക്കൾ. Yeah, the Israelites. ഇസ്രായേൽ മക്കളാണ് അത് ചെയ്യുന്നത്. They saw enough, right? അവര് ആവശ്യത്തിലധികം കണ്ടവരാണ്. They saw a number of signs. അവര് അനേക അടയാളങ്ങൾ കണ്ടവരാണ്. How many signs were there in Egypt? എത്ര അടയാളങ്ങൾ Before their delivery? Yeah. മിസ്രൈമില് ഉണ്ടായിരുന്നു അവർ വിടുവിക്കപ്പെടുന്നതിന് മുൻപായിട്ട്.
Only 10? 10 ഉണ്ടായിരുന്നുള്ളോ? I enjoy making people giving different answers. ഇനി Only 10? വ്യത്യസ്തമായ മറുപടി കിട്ടുന്നത് ഞാൻ ആസ്വദിക്കുന്നു. Only 10? 10 ഉണ്ടായിരുന്നുള്ളോ? Any other answer? So many. അനേകം അടയാളങ്ങളുണ്ട്. For example, when he put down the stick, it became a snake. ഉദാഹരണത്തിന് വടി താഴെ ഇട്ടപ്പോൾ അത് പാമ്പായി മാറി. Is it not a miracle? അതൊരു അത്ഭുതമല്ലേ? Then the magicians also did the same. Then this snake goes and devours the other snakes. മന്ത്രവാദികളും അത് തന്നെ ചെയ്തു. എന്നാൽ ഈ മോശയുടെ പാമ്പായി മാറിയ വടി പാമ്പായി മാറിയ Is it not a miracle? അതൊരു അത്ഭുതമല്ലേ? Then why shouldn't you add 10 plus 2? പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ 10ന്റെ കൂട്ടത്തിൽ 2 കൂടെ കൂട്ടിച്ചേർക്കാതെ? Then he catch hold of it on the tail. അതിനുശേഷം അവൻ അതിന്റെ വാലയിൽ പിടിച്ചു. Oh, it becomes a snake. അത് വീണ്ടും അതൊരു വടിയായി. Another miracle. അത് വേറൊരു അത്ഭുതമല്ലേ? Now the stick of the magicians are inside the womb of the stomach of this stick, right? മന്ത്രവാദികളുടെ വടി ഇപ്പോൾ ഈ വടിയുടെ വയറ്റിലായി. Oh, miracles after miracles, right? അത്ഭുതങ്ങളുടെ പിന്നാലെ അത്ഭുതങ്ങൾ. When he put his hand like this, it became leprous. അവന്റെ കൈ അവന്റെ വസ്ത്രത്തിനുള്ളിൽ ഇട്ടപ്പോൾ അത് കുഷ്ഠരോഗം ബാധിച്ചതുപോലെയായി. Wow. When it was put back, it became normal. വീണ്ടും അവിടെ തിരികെ വെച്ചപ്പോൾ അത് സാധാരണ പോലെയായി. My doctor friends would be desiring that, had we had this treatment facility, it would have been nice, yeah? ഡോക്ടർമാരായ സുഹൃത്തുക്കള് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കും, ഈ ഒരു ചികിത്സാ രീതി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നു. Then is it the end? അത് അവസാനമാണോ? Some of the plagues there, they happened only in the Egyptian area. ചില ബാധകള് മിസ്രൈമിനെ മാത്രമേ ബാധിച്ചുള്ളൂ. That is another miracle. അത് വേറൊരു അത്ഭുതം. See, there is a rain, in my land it is there, the adjoining land it is not there, and we will be laughing. What is this? Is the rain making its decision based on what boundaries and all? We'll definitely make fun of it, right? എന്റെ പുരയിടത്തിൽ മാത്രം മഴ പെയ്യുകയും അതിനോട് ചേർന്ന് കിടക്കുന്ന പുരയിടത്തിൽ മഴ പെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഇത് എന്തൊരു വിചിത്രമായ കാര്യമായിട്ട് അതിനെ കാണും. This is more miraculous. ഇത് അതിലും അധികം അത്ഭുതകരമാണ്. Wherever there are Egyptians, death is having its dance. എവിടെയെല്ലാം മിസ്രൈമ്യരുണ്ടോ അവിടെയെല്ലാം മരണം അതിന്റെ നൃത്തം ചെയ്യുകയാണ്. His people are protected. എന്നാൽ ഈ ജനം സംരക്ഷിക്കപ്പെടും. Miracles after miracles. അത്ഭുതങ്ങളുടെ പിന്നാലെ അത്ഭുതങ്ങൾ. Is it all? അത് മാത്രമാണോ? When they started from that place, Pharaoh was coming behind them. അവര് ആ ദേശത്ത് നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവരുടെ പിന്നാലെ ഫറവോൻ വന്നു. This is that context. ഇതാണ് അതിന്റെ പശ്ചാത്തലം. There was lighting arrangement for them, everything. No end to the list of miracles that happened. അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള പ്രകാശം വെളിച്ചം ക്രമീകരിച്ചിരുന്നു. അങ്ങനെ ഇത് നമ്മൾ എണ്ണുകയാണെങ്കിൽ അതിന് അവസാനമില്ല. They were saved miraculously. അവര് അത്ഭുതകരമായി രക്ഷിക്കപ്പെട്ടു. By trying the sea, right? അവര് കടല് വറ്റിച്ചുകൊണ്ട്. And God providentially gave them a redemption. ദൈവം അത്ഭുതകരമായിട്ട് അവർക്ക് ഒരു വീണ്ടെടുപ്പ്. But after that they came to Elim, and then they are progressing, coming to the wilderness of Sin. അവര് എലിമിൽ നിന്ന് സീൻ മരുഭൂമിയിലേക്ക് വന്നപ്പോൾ there is no water. അവർക്ക് കുടിക്കുവാൻ വെള്ളമില്ലായിരുന്നു. They started murmuring. അവര് പിറുപിറുക്കുവാൻ തുടങ്ങി. They are saying that we were sitting besides pots of meat and all. അവര് ഇങ്ങനെ പിറുപിറുത്തു, ഞങ്ങള് ഈ മിസ്രൈമില് അപ്പക്കലത്തിന്റെ ഒക്കെ മുൻപിൽ ഇരിക്കുമ്പോൾ. Were they really? അവര് അങ്ങനെ ആയിരുന്നു വാസ്തവത്തിൽ. In Malayalam there is a beautiful word which is known to the present generation, തള്ള്, right? അപാര തള്ളല്ലേ? We were standing besides pots of meat and all. Wow, അവര് ഇങ്ങനെ വെറുതെ പറഞ്ഞു. നമ്മള് ഈ കാലത്ത് വളരെ സാധാരണ ഉപയോഗിക്കുന്ന പദം തള്ള് ആണെന്ന്. അതായത് ഞങ്ങൾ അപ്പക്കലത്തിന്റെ മുൻപിലായിരുന്നപ്പോൾ.
These people were having no time to eat even. They were busy collecting the fuel for making bricks. അവർക്ക് ഭക്ഷിക്കുവാൻ പോലും സമയമില്ലായിരുന്നു. വാസ്തവത്തില് അവര് ഇഷ്ടിക ഉണ്ടാക്കാൻ വേണ്ടി വിറകും കച്ചിയും അന്വേഷിക്കുന്ന തിരക്കിലായിരുന്നു. They are saying that it would have been better had we died in Misraim or Egypt than dying in this desert wilderness. അവരിങ്ങനെ പരാതിപ്പെട്ടു, മിസ്രൈമിൽ വെച്ച് മരിക്കുന്നതായിരുന്നു ഇതിലും നല്ലത് ഈ മരുഭൂമിയിൽ പട്ടുപോകുന്നതിന് പകരമായി. What is the advantage of dying in Israel? Egypt? മിസ്രൈമിൽ മരിക്കുന്നതിന്റെ ഗുണം എന്തായിരുന്നു? Once you are dead, you don't know anything. ഒരിക്കൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ യാതൊന്നും അറിയത്തില്ല. To die, Egypt and wilderness are equally bad. മിസ്രൈമിൽ മരിക്കുന്നതും മരുഭൂമിയിൽ മരിക്കുന്നതും രണ്ടും ഒരുപോലെ മോശമാണ്. These people are saying that it would have been better to die in Egypt. ഈ ജനം എന്നാൽ പറഞ്ഞത് മിസ്രൈമിൽ വെച്ച് മരിക്കുന്നതായിരുന്നു നല്ലത്. So three prayer like situations. ഇവിടെ നമ്മൾ 3 പ്രാർത്ഥന യുടേതായ സംഭവങ്ങൾ. Not exactly prayer like. പ്രാർത്ഥന പോലത്തെ സംഭവങ്ങൾ. One is the beautiful prayer of our Lord. ഒന്ന് നമ്മുടെ കർത്താവിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രാർത്ഥന. That is the best prayer possible for us. അതാണ് നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഏറ്റവും നന്നായിട്ടുള്ള പ്രാർത്ഥന. Second is Moses' prayer. രണ്ടാമത്തെ മോശയുടെ പ്രാർത്ഥന. That was a prayer definitely. അത് തീർച്ചയായിട്ടും ഒരു പ്രാർത്ഥനയാണ്. Numbers 11:12. സംഖ്യാപുസ്തകം 11:11-12. Because God is not angry at all. കാരണം ദൈവം മോശയോട് യാതൊരുവിധ കോപവും കാണിക്കുന്നില്ല. God is giving answer also, solution also. ദൈവം മോശയ്ക്ക് മറുപടിയും അതിന് പരിഹാരവും നിർദ്ദേശിക്കുന്നു. The third is here, that is clear murmuring. മൂന്നാമത് പുറപ്പാട് പുസ്തകത്തില് അത് വ്യക്തമായിട്ടും പെറുപെറുപ്പാണ്. What I wanted to tell you. ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, at times when we are frustrated, our prayer slides down from the status of God's prayer to that of Moses, and at that point the fine distinction between prayer and murmuring disappears. ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിച്ച ഇതാണ്, നമ്മള് പ്രശ്നത്തിലും പ്രതികൂലത്തിലും ആയിരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന്റെ പ്രാർത്ഥനയിൽ നിന്നും താഴോട്ട് പോയിട്ട് മോശയുടെ പ്രാർത്ഥനയിലോട്ട് വന്നിട്ട് പലപ്പോഴും ഇസ്രായേൽ മക്കളുടെയും മോശയുടെയും പ്രാർത്ഥന തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകും. Sometimes there is a danger. ചില അവസരത്തിൽ അവിടെ ഒരു അപകടമുണ്ട്. The thing which we submit as prayer could be murmuring. നമ്മൾ സമർപ്പിക്കുന്ന ആ കാര്യങ്ങൾ ചിലപ്പോൾ വെറുവെറുപ്പായിരിക്കാം. So what is wrong in having a little bit of murmuring? ഒരു കുറച്ച് പെറുപെറുപ്പുണ്ടാകുന്നതിൽ എന്താ കുഴപ്പം? Somebody said that I'll collect some traffic jam. ഞാൻ Traffic jam in jam. Like that, can we collect this murmuring and label it and keep it? ചില പറഞ്ഞു, ഞാനൊരു കുറച്ച് ഈ വാഹന ഗതാഗത തടസ്സം ശേഖരിച്ചു വെക്കാം, അതുപോലെ പിറുപിറുപ്പ് ശേഖരിച്ചു വെക്കാൻ പറ്റുമോ? വെച്ചാ ഗുണമുണ്ടോ? No use, right? എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഉപയോഗവും ഇല്ല. More than that, God hates it. അതിലുപരിയായിട്ട് ദൈവം അതിനെ വെറുക്കുന്നു. Why did they die in the wilderness? എന്തുകൊണ്ടാണ് അവർ മരുഭൂമിയിൽ മരിച്ചത്? 6 lakhs of them died, right? 6 ലക്ഷം പേര് മരിച്ചു. Specially died. Otherwise, normally also some people would have died. Specially, as a punishment, 6 lakhs of them died. പ്രത്യേകമായിട്ടും ശിക്ഷയുടെ ഫലമായിട്ട് 6 ലക്ഷം പേര് മരിച്ചു. Why? എന്തുകൊണ്ടാണ്? Murmuring and rebellion. പിറുപിറുപ്പും മറുതലിപ്പും മൂലം. How many people died at Horeb when they made the calf? ഹൊരേബിൽ വെച്ച് കാളക്കുട്ടിയെ ഉണ്ടാക്കിയപ്പോൾ എത്ര പേര് മരിച്ചു? Many. അനേകര് മരിച്ചു. How many people died when the fiery serpent came? വിഷപ്പാമ്പുകള് വന്നപ്പോൾ എത്ര പേര് മരിച്ചു? So many. അനേകര് God മരിച്ചു. hates it. ദൈവം വെറുക്കുന്നു. After seeing the provision of God, especially the redemption, how can a believer murmur?
ദൈവത്തിന്റെ വിടുതല് കണ്ടതിന് ശേഷം എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് ദൈവത്തിന്റെ ആ വിടുതലിനും കരുതലിനും എതിരായിട്ട് പിറുപിറുക്കുവാൻ കഴിയുന്നത്? So we have to be very careful. നമ്മൾ അതിനാൽ വളരെ Am ജാഗ്രതയുള്ളവരാണ്. I getting into the zone of murmuring? ഞാന് പിറുപിറുപ്പിന്റേതായ മേഖലയിലേക്ക് കടന്നു പോവുകയാണോ? We have to be conscious. നമുക്ക് നല്ല അവബോധം By ഉണ്ടായിരിക്കും. comparing these two, Moses' prayer and the murmuring of Israelites, what is the difference? മോശയുടെ പ്രാർത്ഥനയും ഇസ്രായേലിന്റെ പിറുപിറുപ്പും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് വ്യത്യാസം? I'll just mention the points you have to develop at home. ഞാൻ അതിന്റെ വസ്തുതകൾ മാത്രം ചൂണ്ടിക്കാണിക്കാം. നിങ്ങൾ അത് വീട്ടിൽ പോയി അതിനെ വിശാലമായിട്ട് ചിന്തിക്കണം. One is difference in attitude. ഒന്ന് മനോഭാവത്തിലുള്ള ആ വ്യത്യാസം. So what was the attitude of the Israelites? എന്തായിരുന്നു ഇസ്രായേൽ മക്കളുടെ മനോഭാവം? Attitude means a condition of the mind. Condition of the mind. മനോഭാവം എന്ന് പറയുമ്പോൾ മനസ്സിന്റെ ഒരു അവസ്ഥയാണ്. So when they were murmuring, what was the condition? അവര് പിറുപിറുത്തപ്പോൾ അവരുടെ അവസ്ഥ എന്തായിരുന്നു? A lot of complaints. അനേക പരാതികള് And full of bitterness. മനസ്സ് മുഴുവൻ വിദ്വേഷം. Why is this God doing like this? എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ No ചെയ്യുന്നത്? water for 2-3 days. 2-3 ദിവസമായിട്ട് വെള്ളമില്ല. We were somehow living there. Now he brought us here. What is this? ഞങ്ങളെ എങ്ങനെയൊക്കെയോ അവിടെ ജീവിച്ചിരുന്നവരാണ്. Complaints. ഇപ്പോൾ അവൻ നമ്മളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. Complaints. പരാതികള്, Bitterness. കയ്പ്. Out of that, these things are overflowing out. ഇതിൽ നിന്ന് അതെല്ലാം പുറത്തേക്ക് വരികയാണ്. Do we have a need to complain about against the almighty, good, all-loving God? നമുക്ക് സർവശക്തനായ സ്നേഹനിധിയായ ദൈവത്തിന് എതിരായിട്ട് പരാതി പറയുവാനുണ്ടോ? Think about the Red Sea crossing. ചെങ്കടല് കടന്ന് ആ ചെങ്കടല് മുറിച്ച് Think about the കടന്ന് Passover. പെസഹായെ കുറിച്ച് ഓർക്കുക. Where is the scope to complain? എവിടെയാണ് അവിടെ പരാതിക്ക് സ്ഥാനമുള്ളത്? This God is a loving God. ഈ ദൈവം സ്നേഹനിധിയായ ദൈവമാണ്. And for us there is a better sign also. നമുക്ക് അതിലും ശ്രേഷ്ഠമായിട്ടൊരു അടയാളം കൂടിയുണ്ട്. Looking back to the cross, there is the Lord who died on behalf of each one of us on the cross of Calvary. തിരിഞ്ഞു നാം ക്രൂശിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പകരമായിട്ട്, നമുക്ക് ഓരോരുത്തർക്കും പകരമായിട്ട് ക്രൂശിൽ മരിച്ച കർത്താവിനെ നമ്മൾ കാണും. Should we now doubt him and complain? നമ്മൾ അവനെ സംശയിച്ച് പരാതി പറയണമോ? ഇപ്പോൾ should we have bitterness? നമുക്ക് കയ്പുണ്ടാകണമോ? This God is mishandling me too bad. ഈ ദൈവം എന്നെ കൈകാര്യം ചെയ്യുന്നത് വളരെ മോശമായിട്ടാണ്. I'll give him back. ഞാൻ അവന് തിരികെ കൊടുക്കും. What can I give him back to him? He is almighty after all. ഞാൻ അവൻ എന്ത് തിരികെ കൊടുക്കാനാണ്? അവൻ സർവശക്തനല്ല. No, he is good. He is not giving a particular thing I desire for or something which I reckon as something good because it is not good for me. അവന് ഇപ്പോൾ എനിക്ക് തരാത്തത് ഞാൻ എനിക്ക് നന്മയായിട്ട് എനിക്ക് കൊള്ളാമെന്ന് തോന്നുന്നത് തരാത്തത് കൊണ്ട് ആണോ? What is the attitude of Moses while praying so ridiculous a prayer? മോശ ഇങ്ങനെയൊരു മോശമായിട്ടുള്ള ഒരു പ്രാർത്ഥിക്കുമ്പോഴത്തെ കാര്യം എന്താണ്? But still trust was there. എന്നാൽ അപ്പോഴും ദൈവത്തിൽ തന്റെ വിശ്വാസം ഉണ്ടായിരുന്നു, and humility also. താഴ്മയും ഉണ്ടായിരുന്നു. What he was doing was from this attitude of mind that God, it is too much for me. I am not capable enough. I cannot handle. You have to do something. You are capable of doing something. I trust you. മോശയുടെ മനോഭാവം ഇതായിരുന്നു, ദൈവമേ എനിക്ക് കഴിവില്ല ഇത് ചെയ്യുവാനായിട്ട്, ഇത് വഹിക്കുവാനായിട്ട്, എന്നാൽ നിനക്ക് കഴിവുണ്ട്, അതിനാൽ നീ ഇതിന് പരിഹാരമായിട്ട് എന്തെങ്കിലും ചെയ്യണമേ എന്നുള്ള ആ വിശ്വാസം. And now I will not explain further. You have to research and find out. Okay? ഞാൻ ഇതേക്കുറിച്ച് കൂടുതലായിട്ട് വിവരിക്കുന്നില്ല, നിങ്ങളത് അന്വേഷിച്ച്. Now we will come to the second point. What was the difference in focus of these two people? One group and one man, Moses and Israelites. What was the difference in focus? ഈ രണ്ട് സംഭവങ്ങളിലും
എന്ത് വ്യത്യാസമാണ് അവര് ശ്രദ്ധ വെച്ചതിൽ നാം കാണുന്നത്? What were they focusing at? അവര് എന്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്? The Israelites were focusing on the problems. ഇസ്രായേൽ മക്കള് അവരുടെ പ്രശ്നത്തിലാണ് അവരുടെ ശ്രദ്ധ ഊന്നിയത്. And self-pity. അതുപോലെ തന്നെ സ്വയം പഴിചാരുന്ന ഇതിലേക്കും. Self-pity is a condition in which you feel bad about yourself. സ്വയം കഴിവില്ലായ്മ എന്ന് തോന്നുന്നത് അത് എനിക്ക് ഒന്നും കഴിയത്തില്ല എന്നുള്ള ഒരു നിസ്സഹായ മനോഭാവമാണ്. Poor me, trapped. ഞാൻ പാവം ഇതിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. When you focus on the problems and have self-pity, yes, you are bound to murmur. നിങ്ങൾ പ്രശ്നത്തെ ശ്രദ്ധ വയ്ക്കുകയും നിങ്ങളെ തന്നെ ഒരു അവജ്ഞയോടുകൂടി കാണുകയും ചെയ്യുമ്പോൾ ആ പ്രശ്നം നിങ്ങളെ പിടികൂടും. We have to always remember that there is a God who is mightier than the problem. നമ്മൾ എപ്പോഴും കാണേണ്ട ഒരു കാര്യമാണ്, ഇതാ ഒരു ദൈവമുണ്ട്, എന്റെ പ്രശ്നത്തെക്കാളും സർവശക്തനായ ദൈവം. What was the focus of Moses? മോശയുടെ ആ ശ്രദ്ധ എവിടെയായിരുന്നു? Moses was focusing on God and his power. മോശ ദൈവത്തിലും ദൈവത്തിന്റെ ശക്തിയിലുമാണ് ശ്രദ്ധ വെച്ചത്. Though he is complaining because of the severe nature of the problem, still he knew that God is God and he will intervene. മോശ ആ പ്രശ്നത്തിന്റെ രൂക്ഷതയെ മൂലം പരാതി പറയുന്നെങ്കിലും മോശയ്ക്കറിയാവുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ദൈവവും അവന്റെ ശക്തിയും. Third point is the direction of the action or complaining or prayer or whatever it is. മൂന്നാമത്തെ കാര്യം, നമ്മൾ പരാതിയും പിറുപിറുപ്പും ചെയ്യുന്നതിന്റെ ആ ദിശ എന്നുള്ളതാണ്. Against whom? എതിരായിട്ട്, ആർക്കെതിരായിട്ട്? These people were directing their allegations against God. അവരുടെ കുറ്റാരോപണങ്ങള്, പരാതികള് ഈ ജനം ദൈവത്തിനെതിരായിട്ടാണ് നിരത്തിയത്. And the leaders entrusted by and bestowed by God. ദൈവം നിയോഗിച്ച നേതാക്കന്മാർക്കെതിരായിട്ടും. This is very important in family situation and also in church situation. ഇത് കുടുംബ പശ്ചാത്തലത്തിലും സഭാ പശ്ചാത്തലത്തിലും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. God instituted leadership is quite divine. ദൈവം ദൈവികമായിട്ടുള്ള നേതൃത്വത്തെ നിയമിച്ചിരിക്കുകയാണ്. No business in complaining against leadership. ആ നേതൃത്വത്തിനെതിരായിട്ട് പരാതി പറയാൻ ഒരു കാര്യവുമില്ല. But what about Moses? എന്നാൽ മോശയുടെ കാര്യം എന്താണ്? To the grace of God. He is directing it to the grace of God. എന്നാൽ മോശ അത് തന്റെ പരാതികൾ തിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയിലേക്കാണ്. Prayer is always like that. God, you are a gracious God who didn't bother to give even his own son to redeem me. Yes, I appeal to your grace. പ്രാർത്ഥന അതുപോലെയാണ്, ദൈവത്തിന്റെ കൃപയിലേക്ക്. ദൈവമേ, നീ നിന്റെ പുത്രനെ നൽകുന്നതിൽ പോലും മടി കാണിക്കാതെ പുത്രനെ നൽകിയ ആ കൃപയിലേക്കാണ് ഞാൻ എന്റെ പ്രാർത്ഥന തിരിക്കുന്നത്. And the consequence, fourth point. അതിന്റെ ഫലം, അതാണ് നാലാമത്തെ വസ്തുത. What will happen if you murmur in your life? നമ്മൾ പിറുപിറുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും? You will become an expert. നിങ്ങൾ അതിൽ വിദഗ്ധനായിത്തീരും. What will happen if a doctor practice for 30-40 years? ഒരു ഡോക്ടർ 30-40 വർഷം തന്റെ ജോലി ചെയ്താൽ എന്ത് സംഭവിക്കും? He will become an expert. അദ്ദേഹം ഒരു എക്സ്പെർട്ട്, ഒരു വിദഗ്ധനായി തീരും. If you go on complaining, you will harden more and develop more and more doubts about God. നിങ്ങൾ കൂടുതൽ പിറുപിറുക്കുമ്പോൾ കൂടുതൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കി ദൈവത്തെ കുറിച്ച് സംശയം നിങ്ങളിൽ ഉണ്ടാകും. What about prayer? പ്രാർത്ഥന എന്താണ്? In regard to Moses, it builds him. മോശയെ സംബന്ധിച്ചിടത്തോളം ആ പ്രാർത്ഥന അവനെ പണിതു. ശരിയാ, in reality he was little bit crossing the line and complaining and all, but still his faith was there and it was getting developed, strengthened further and further.
ഇതൊരു യാഥാർത്ഥ്യമാണ്. മോശയുടെ പ്രാർത്ഥനയിൽ മോശ ചിലപ്പോൾ അതിർവരമ്പുകൾ കടന്നു പോയിട്ടുണ്ടായിരിക്കും, എങ്കിലും യഥാർത്ഥമായിട്ടും അവന്റെ വിശ്വാസം കൂടുതലായിട്ട് മോശയെ പണിയുകയായിരുന്നു. I'll ask a small question. Time is up, I know. ഞാനൊരു ചെറിയ ചോദ്യം Brother Sam ചോദിക്കുകയാണ്. is looking at me. Okay. Yeah. See, suppose God gives all our requests. I made 100 requests. He gave all the 100 according to my desire. ഉദാഹരണത്തിന് ഞാൻ ദൈവത്തോട് 100 കാര്യങ്ങൾ ചോദിച്ചു, ആ 100ഉം എന്റെ ആഗ്രഹപ്രകാരം ദൈവം അത് തന്നു. There is another person, he also made 100 requests, but God gave answers according to his desire only very rarely. First time after the 12th prayer, second time 25th, fourth time 40th, fifth time 60th, seventh time 90th. Then only 9 times God answered according to his desire. വേറൊരു വ്യക്തി ഇതുപോലെ 100 കാര്യങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവം അവന് കൊടുത്തു. 12 പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ 1 കൊടുത്തു, 25 പ്രാവശ്യം പ്രാർത്ഥിച്ചു, രണ്ടാമത് 40 പ്രാവശ്യം, 60 അങ്ങനെ 9 പ്രാവശ്യം ഈ 100 കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ദൈവം കൊടുത്തു. Whose faith will be stronger, the first man's or second man's? ആരുടെ വിശ്വാസമായിരിക്കും കൂടുതൽ ശക്തമായിട്ടുള്ളത്? ഒന്നാമത്തെ ആളുടെ ആണോ രണ്ടാമത്തെ ആളുടെ ആണോ? First or second? Second? Only 9 positive answers. രണ്ടാമത്തേതാണോ? 9 കാര്യത്തിന് മാത്രമേ മറുപടി The കിട്ടിയുള്ളൂ. people are all smart here. I cannot fool them with my questions. Okay. ഇവിടെയുള്ളവരെല്ലാം കഴിവുള്ളവരാണ്, അതുകൊണ്ട് ചോദ്യം ചോദിച്ച് കബളിപ്പിക്കാൻ It പറ്റത്തില്ല. is true. ഇത് സത്യമാണ്. If the first person gets, answer according to his desire for 1 question or 2 or 5 at the maximum, he will lose all faith. ഒന്നാമത്തെ മനുഷ്യന് 1 2 അല്ലെ 5 കാര്യങ്ങൾ അവന്റെ ആഗ്രഹപ്രകാരം തന്നെ കിട്ടുകയാണെങ്കിൽ അവന്റെ എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടു. For murmuring people, every incident that leads murmur will breed further murmur, and for people who have faith, it will go on increasing the strength of their faith. പിറുപിറുപ്പിന്റെ ആൾക്കാർക്ക് ഓരോ സംഭവങ്ങളും അത് അടുത്ത പിറുപിറുപ്പിലേക്ക് പോവുകയും അത് കൂടിക്കൂടി വരികയും ചെയ്യും. അങ്ങനെ വിശ്വാസം നഷ്ടപ്പെടും. എന്നാൽ വിശ്വാസത്തിൽ ആയിരിക്കുന്ന ആൾ അത് കൂടുതൽ ശക്തമായിട്ട് അവനിൽ രൂപപ്പെടും. My 5th point. 5ാമത്തെ പോയിന്റ്, What is the result of murmuring and prayer? പിറുപിറുപ്പിന്റെ ഫലവും അല്ലെ പ്രാർത്ഥനയുടെ ഫലവും എന്താണ്? I already gave the answer. ഞാൻ ഇപ്പോൾ തന്നെ അതിനും ഉത്തരം നൽകി So കഴിഞ്ഞു. many people died. അനേകര് മരിച്ചു. They had to walk for 38 additional years. അവർക്ക് 38 അധിക വർഷം കൂടുതൽ നടക്കേണ്ടി വന്നു. Judgment of God will come whenever there is murmuring. പിറുപിറുപ്പുള്ളപ്പോഴെല്ലാം ദൈവത്തിന്റെ ന്യായവിധി വരും. And rebuke also. ദൈവത്തിന്റെ ശാസനയും വരും. What about faith or prayer? എന്നാൽ പ്രാർത്ഥനയെയും വിശ്വാസത്തെ സംബന്ധിച്ച് എന്താണ്? Help, guidance and peace. സഹായവും നടത്തിപ്പും സമാധാനവും വരും. Even if God is not answering me according to my desire, I am fine. ദൈവം എന്റെ ആഗ്രഹപ്രകാരം മറുപടി തരുന്നില്ലെങ്കിലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. Because I know that He gives the best. കാരണം എനിക്കറിയാം അവൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് തരുന്നത്. Our master knew it. നമ്മുടെ യജമാനന് അറിയാമായിരുന്നു. That is why he prayed like that in Gethsemane. അതുകൊണ്ടാണ് ഗെത്സമേനയില് നമ്മുടെ യജമാനൻ അങ്ങനെ പ്രാർത്ഥിച്ചത്. Do we know that? അത് നമുക്കറിയാമോ? When we face problems, നമ്മള് പ്രശ്നം അഭിമുഖീകരിക്കുമ്പോൾ let there be problems. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകട്ടെ. The problems will build me only. ഈ പ്രശ്നങ്ങൾ എന്നെ പണിയുകയേ ചെയ്യത്തുള്ളൂ. I am not going to get shattered. ഞാൻ ആ പ്രശ്നങ്ങളാൽ തകർക്കപ്പെടുകയില്ല. I am going to cling on to Him. ഞാൻ അവനെ മുറുകെ പിടിക്കും. This master act, ഈ great personality. ഈ വ്യക്തിയോട്, ഈ വലിയ യജമാനോട്, Yes, that should be the response. അതായിരിക്കണം നമ്മുടെ Dear പ്രതികരണം. brothers and sisters, our God is a good God. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ദൈവം നല്ല ദൈവമാണ്. He gave His only begotten Son to die to save very quite terrible people like us.
അവൻ തൻ്റെ ഏകജാതനെ മരിക്കുവാനായിട്ട്, നമ്മെ രക്ഷിക്കുവാനായിട്ട്, നമ്മളെ പോലെയുള്ള ദുഷ്ടജനത്തെ വിടിവിക്കുവാനായിട്ട് നൽകി. He will not withhold anything good from us. അവൻ നമ്മളിൽ നിന്നും ഒരു നന്മയും മറച്ചു വെക്കുകയില്ല. And the second application is, രണ്ടാമത്തെ പ്രായോഗികമായിട്ടുള്ള കാര്യം, do we cross the line at times and slip from prayer to murmur? നമ്മൾ അതിർവരമ്പുകളെ ചില അവസരത്തിലെങ്കിലും കവിഞ്ഞു പോവുക, പ്രാർത്ഥനയിൽ നിന്നും പെറുപെറുപ്പിലേക്ക്. Dangerous. അത് Let അപകടകരമാണ്. us examine our own faith life അതിനാൽ നമ്മുടെ തന്നെ വിശ്വാസ ജീവിതത്തെ ശോധന ചെയ്യാം, and prayer life. പ്രാർത്ഥനാ ജീവിതത്തെയും. The ideal is our Lord's Prayer. നമ്മുടെ കർത്താവിന്റെ പ്രാർത്ഥനയാണ് ഏറ്റവും ഉത്തമമായി. Thy will, not my will. അവിടുത്തെ ഹിതം എന്റെ ഹിതമല്ല. But as human beings, we may complain to God. He is magnanimous. But let us take every care not to cross the border. മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ പരാതി പറയുമായിരിക്കും, എങ്കിലും നമ്മുടെ ദൈവം വളരെ കൃപാലുവാണ്. അതിനാൽ അതിർവരമ്പുകൾ വിട്ടുപോകാതിരിക്കാൻ. Thank you very much. Sorry for taking some time extra. God bless you. നന്ദി കരേറ്റുന്നു. Thank you, brother. സമയത്തിനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ബ്രദർ. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് ഇത്ര നല്ലവനായ ദൈവം, ഒരു സംശയമില്ല അങ്ങയുടെ നന്മയും അങ്ങയുടെ ശക്തിയും എല്ലാം നന്മയ്ക്ക് വേണ്ടി കൂട്ടി വ്യാപരിപ്പിക്കുന്ന അങ്ങയുടെ നിർണയപ്രകാരം വിളിച്ച് അവർക്ക് കർത്താവെ അങ്ങ് എല്ലാം നന്മയ്ക്ക് വേണ്ടി കൂട്ടി വ്യാപരിപ്പിക്കുന്ന ദൈവം. കർത്താവെ, ഞങ്ങൾക്ക് സംശയിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഞങ്ങളുടെ ജീവിതങ്ങളെ ഒന്ന് ആരാய்ந்து ഞങ്ങൾക്കിവിടെ തെറ്റിപ്പോയിട്ടുണ്ടെന്ന് മാത്രം നോക്കിപ്പോയാൽ മതി. കർത്താവിന് ഒരിക്കലും തെറ്റ് സംഭവിക്കുന്നില്ല. കർത്താവെ, അങ്ങേ ഞങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കാൻ സാധിക്കും. അങ്ങ് വിശ്വസ്തനായ ദൈവമാണല്ലോ. എങ്കിലും പല സമയത്ത് ഞങ്ങൾ കർത്താവെ അറിയാതെ ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങൾ അതിൽ കടന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, ഒരിക്കലും ഞങ്ങൾ അത് ചെയ്യാതിരിക്കാൻ, അങ്ങേ ദുഃഖിപ്പിക്കാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ തുടർന്ന് അങ്ങേ മാത്രം മുറുകെ പിടിച്ച് അങ്ങനെയുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ ഒരിക്കലും ക്ഷീണിക്കാതെ കർത്താവെ അങ്ങയുടെ സാന്നിധ്യത്തിൽ കൂടുതൽ സമയം ചെലവഴിച്ച് കർത്താവിനെ കൂടുതൽ മനസ്സിലാക്കാനും കൂടുതൽ സ്നേഹിക്കാനും ഒരു ജീവിതം നയിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ രീതിയിൽ ഞങ്ങൾ ഓർപ്പിച്ച സത്യങ്ങൾക്ക് വേണ്ടി സ്തോത്രം. താങ്ക് യു ലോർഡ്. ഞങ്ങൾ അത് കേട്ടതുപോലെ ഞങ്ങൾ അങ്ങനെ മറന്നുപോയല്ല, ഞങ്ങൾ തീരുമാനിക്കുക. കർത്താവെ, ഒരിക്കലും ദൈവത്തോട് ഞങ്ങൾ സംശയിക്കത്തില്ല, ഒരിക്കലും ഞങ്ങൾ പൊറുവർക്കത്തില്ല. കർത്താവെ, അങ്ങയുടെ അടുത്തൊരു ചോദ്യം ചോദിക്കത്തില്ല. എല്ലാം നന്മ മാത്രം ചെയ്ത് തീരുമാനിക്കണം. താങ്ക് യു ലോർഡ്. എത്ര ഗ്യാരണ്ടീഡാണല്ലോ അങ്ങയുടെ സമീപനം ഞങ്ങളോട്. അതിന് വേണ്ടി സ്തോത്രം. ഞങ്ങൾ ഓരോരുത്തരും സഹായിക്കണേ. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി സ്തോത്രം. ഈ പ്രിയ മകനെ കർത്താവെ അങ്ങ് വചനം തന്നതിന് വേണ്ടി സ്തുതിക്കുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്ത മകനെയും ബലപ്പെടുത്തിയതിന് വേണ്ടി സ്തുതിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾക്ക് അങ്ങയുടെ സാന്നിധ്യത്തിൽ ഇരിക്കാൻ തന്ന കർത്താവെ 1.5-2 മണിക്കൂറിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ലോർഡ്. മഹത്വം അങ്ങെടുക്കണമേ. പ്രാർത്ഥന കേട്ടതിന് വേണ്ടി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ സ്തോത്രത്തോടെ അപേക്ഷിക്കുന്നു. പിതാവേ.